അവന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഈ 3 ദിവസത്തെ ബൈബിൾ സ്റ്റഡിയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ജോജോ ഓർപ്പിച്ചതുപോലെ വിശ്വാസത്തിൻ്റെ യാത്ര തലമുറകളിലൂടെ സംഭവിക്കുമ്പോൾ ആ തലമുറകളിൽ ഉണ്ടാകുന്ന രൂപപരിണാമങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കേണ്ടതിന് പഴയ നിയമത്തിലെ ചില കഥാപാത്രങ്ങളെ നമ്മൾ എടുക്കുകയാണ്. പ്രത്യേകിച്ച് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന 3 പേര്, 3 വ്യക്തികളല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 തലമുറകൾ തമ്മിലുള്ള ആ അന്തരം അല്ലെങ്കിൽ അതെങ്ങനെയാണ് ആ യാത്ര എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അത് അവരുടെ കഥകൾ പഠിക്കാൻ വേണ്ടിയല്ല, തീർച്ചയായും അവരുടെ ജീവിതത്തിലെ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് എങ്ങനെ നമ്മുടെ തലമുറയിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി തീരുന്നു, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്ത് പാഠങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ faith journey through the life of Abraham, Isaac and Jacob. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്താണെങ്കിലും അബ്രഹാമിന്റെ ചരിത്രത്തെ കുറിച്ചായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അബ്രഹാമിന്റെ ചരിത്രത്തിന് വേദപുസ്തകത്തിൽ അസാമാന്യമായ രീതിയിലുള്ള ഒരു പ്രാമുഖ്യമുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ അബ്രഹാമിന്റെ സന്തതികളാണ് എന്ന്, അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതികളുടെ ചരിത്രമാണ് നമ്മൾ പിന്നീട് പഠിക്കുമ്പോഴും ഉള്ളത്. നമ്മൾ ജനസിസ് അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 1/4 4/1 ഭാഗവും അബ്രഹാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് വിവരിക്കുന്നത്. എന്ന് അതുകൂടാതെ മറ്റ് പുസ്തകങ്ങളിലാണെങ്കിലും അബ്രഹാമിനെ കുറിച്ചുള്ള 40 റെഫറൻസസ് പഴയ നിയമത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ അബ്രഹാമിനെ കുറിച്ച് 70 റെഫറൻസസ് ഉണ്ട്. 70 റെഫറൻസസ് ഉണ്ടെന്ന് തന്നെയല്ല, അബ്രഹാമിനെ വളരെ പ്രോമിനന്റ് ക്യാരക്ടറായിട്ടാണ് പുതിയ നിയമത്തിൽ ഉടനീളം പരിചയപ്പെടുത്തുന്നത് എന്ന് നമുക്കറിയാം. റോമലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് പൗലോസ് പഠിപ്പിക്കുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട അതിന് ഏറ്റവും ദ ഫൈനസ്റ്റ് എക്സാമ്പിൾ ഓഫ് എ മാൻ ഹു വാസ് ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ വലിയൊരു ഉദാഹരണം, അല്ലെങ്കിൽ വിശ്വാസത്താലുള്ള നീതീകരണത്തിന് അബ്രഹാം പഠിപ്പിക്കുമ്പോൾ അതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ഉദാഹരണം പറയാൻ പൗലോസിന് കഴിയുന്നില്ല. അതുപോലെ നമ്മൾ യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ അതിന്റെ മറ്റൊരു ആസ്പെക്ട് നമ്മൾ കാണുന്നത്, അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ യാക്കോബ് 2-ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അബ്രഹാം വിശ്വാസത്താൽ മാത്രമല്ല, അബ്രഹാം വിശ്വാസത്താലുള്ള പ്രവൃത്തിയാലും കൂടെയാണ് നീതീകരിക്കപ്പെട്ടത് എന്ന് കൃത്യതയോടുകൂടെ ഓർപ്പിക്കുന്നു. പിന്നീട് നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ കാണുന്നത് അതിന്റെ 11-ാം അധ്യായത്തിന്റെ 8 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, അതായത് വിശ്വാസ വീരന്മാരെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പേസ് കൊടുത്തിരിക്കുന്നത്, സ്ഥലം കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ വിവരണം കൊടുത്തിരിക്കുന്നത് ആരെക്കുറിച്ച് തന്നെയാണ്? അബ്രഹാമിനെ കുറിച്ചാണ്. അവിടെ നമ്മൾ കാണുന്നത് എ മാൻ ഹു വാക്ക് ബൈ ഫെയ്ത്ത്, ദൈവത്തോട് കൂടെ വിശ്വാസത്താൽ നടന്ന്, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ദൈവികത എന്താണെന്ന് ഗ്രഹിച്ച വ്യക്തി എന്ന നിലയിലാണ് അബ്രഹാമിനെ നമ്മൾ അവിടെ പരിചയപ്പെടുന്നത്. തന്നെയല്ല, പഴയ നിയമ വിശുദ്ധന്മാർ മാത്രമല്ല, പുതിയ നിയമ വിശുദ്ധന്മാരും, പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെല്ലാവരും അവർ അബ്രഹാമിന്റെ സന്തതിയാണെന്നതിൽ അഭിമാനം കൊണ്ടിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്ത്യാനികളായ ആളുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മളും അഭിമാനം കൊള്ളുന്നത് നമ്മൾ ആരാണെന്ന് തന്നെയാണ്, അബ്രഹാമിന്റെ സന്തതിയാണെന്നാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും അതിന്റെ 9-ാം വാക്യവും വായിക്കുമ്പോൾ, ഞാൻ സമയത്തിന്റെ, നമുക്കറിയാമല്ലോ ഈ 3 ദിവസത്തെ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ ഇതെല്ലാം കൂടെ നമ്മൾ പഠിക്കേണ്ടതുകൊണ്ട് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പോവുകയാണ്. അതുപോലെ ഇതിനകത്തെ ചില റെഫറൻസസ് എല്ലാം നമ്മൾ മറ്റ് ഉപദേശ CD-കളിൽ അല്ലെങ്കിൽ മറ്റ് പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ്സുകളിലുള്ള ചില ഭാഗങ്ങളുണ്ട്. ജോജോ ഓർപ്പിച്ചതുപോലെ തന്നെ വിശ്വാസം എന്നതോ എന്ന CD-ക്കകത്ത് ഇതുപോലുള്ള കാര്യമുണ്ട്. ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചുള്ള, ശിഷ്യത്വത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ അതിനകത്തെക്കുറിച്ചുള്ള പഠനത്തിൽ പലപ്പോഴും അബ്രഹാമിന്റെ ചരിത്രം കയറി വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ തൊടുവിച്ച് പോകുന്നതേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റുള്ള മെസ്സേജസിൽ ഉള്ളത് കൊണ്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. എന്നാൽ അത് ടച്ച് ചെയ്യാതെ പോകാൻ പലപ്പോഴും പറ്റത്തില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്ക് ലിങ്ക് കിട്ടണമെങ്കിൽ അതും കൂടെ നമ്മൾ ചേർത്ത് പറഞ്ഞെങ്കിലേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് മറ്റ് ബൈബിൾ ക്ലാസ്സസും കൂടെ ഇതിനോട് ചേർത്ത് പഠിക്കാനായിട്ട് നിങ്ങൾ പിന്നീട് സമയം കണ്ടെത്തുകയാണെങ്കിൽ ഇത് കുറെ കൂടെ ആഴത്തിൽ നിങ്ങൾക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും എന്ന് ഞാൻ തീർച്ചയായിട്ടും ചിന്തിക്കുന്നു. അതുപോലെ അപ്പോൾ നമ്മൾ പറഞ്ഞത്, ക്രിസ്ത്യാനികളും അവരുടെ പിതാവായിട്ട് കാണുന്നത്, വിശ്വാസത്താൽ നമ്മൾ അബ്രഹാമിന്റെ സന്തതികൾ ആയിത്തീർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെയും പിതാവ് എന്ന നിലയിലാണ് നമ്മൾ അബ്രഹാമിനെ കാണുന്നത്. ഇനി നമ്മൾ മാത്രമല്ല, യഹൂദന്മാര് അബ്രഹാമിനെ അവരുടെ പിതാവായിട്ട് കാണുന്നു, ക്രിസ്ത്യാനികൾ അബ്രഹാമിനെ അവരുടെ പിതാവായിട്ട് കാണുന്നു, ഇസ്ലാമിക് ആളുകളും അല്ലെങ്കിൽ മുഹമ്മദീയരും, ശരിക്കും ഖുറാനില് 188 പ്രാവശ്യം അബ്രഹാമിനെ കുറിച്ച്
ഉള്ള മെൻഷനിങ് ഉണ്ട്. അവരുടെയും പിതാവായിട്ട് അവർ കാണുന്നത് ആരെ തന്നെയാണ്? അബ്രഹാമിനെ തന്നെയാണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മളുടെ ഈ പഠനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് എ സ്റ്റഡി. പക്ഷേ ഇത് സ്റ്റഡി എന്നതിനേക്കാൾ ഉപരി ഇൻഫാക്ട് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ സ്റ്റഡി, ഇറ്റ്സ് എ ജേർണി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫെയ്ത്ത് ജേർണി എന്നാണ്. നമ്മൾ ഈ 3 ദിവസങ്ങളിൽ ഒരു വിശ്വാസ യാത്ര നടത്തുകയാണ്. വിശ്വാസം തലമുറകളിലൂടെ എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. പക്ഷേ ആ സബ്ജക്റ്റ് നമ്മൾ ബുദ്ധിപരമായി പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുക മാത്രമല്ല, ഈ 3 ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു യാത്ര നടത്തുകയാണ്. എന്ത് യാത്ര? ഒരു വിശ്വാസ യാത്ര. ആരുടെ കൂടെ? നമ്മൾ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ ഉള്ള ഒരു വിശ്വാസ യാത്ര. ഇറ്റ്സ് എ ഫെയ്ത്ത് ജേർണി വിത്ത് എബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം അതുകൊണ്ട് തീർച്ചയായും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആരെക്കുറിച്ച് തന്നെയാണ്? അബ്രഹാമിനെ കുറിച്ചാണ്. അവിടെ നിന്നാണ് നമ്മളുടെ കാര്യങ്ങളെല്ലാം തുടങ്ങുന്നത്. അബ്രഹാം എന്ന് നമ്മൾ പുതിയ നിയമത്തിൽ പറയുമ്പോൾ അവൻ വിശ്വാസികളുടെ പിതാവ് എന്നാണ് പറയുന്നത്. വിശ്വാസികളുടെ പിതാവ്, അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്നവരിൽ നിന്നോ അതിനുശേഷം ഉണ്ടായിരുന്നൊക്കെ ഉള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു യുണീക്നെസ്, ഒരു വ്യത്യസ്തത തീർച്ചയായിട്ടും അബ്രഹാമിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അബ്രഹാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിലല്ല അബ്രഹാമിനെ കുറിച്ചുള്ള ആദ്യ മെൻഷനിങ് എന്ന് നമുക്കറിയാം. അതിനു മുമ്പ് തന്നെ 11-ാം അധ്യായത്തിൽ അബ്രഹാമിനെ കുറിച്ചുള്ള മെൻഷനിങ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ ശരിക്കും ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അവിടെ നമ്മൾ വായിക്കുന്ന 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈ 1 to 3 ഫസ്റ്റ് 3 വേഴ്സസ് ഇതിനകത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം നമുക്ക് ഒരു ചോദ്യവുമുണ്ട്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണോ അബ്രഹാമിനുണ്ടാകുന്ന ആദ്യ ദൈവ പ്രത്യക്ഷത? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്നത്, പലപ്പോഴും പെട്ടെന്ന് നമ്മൾ ആലോചിച്ചു പോകുന്നത്, അതായത് ഹാരാനിൽ, അതിന് മുകളിൽ നമ്മൾ കാണുന്നത് അതാണ്. അതിന്റെ 31-ാമത്തെ വാക്യത്തില് തേരഹ് തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായി മരുമകളായ സാറായിയെയും കൂട്ടി കൽദേയുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. തേരഹിന്റെ ആയുഷ്കാലം 205 സംവത്സരമായിരുന്നു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. ഓക്കെ. എന്നിട്ട് അടുത്ത 12-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ തുടങ്ങുമ്പോഴാണ് ദൈവം അവന് പ്രത്യക്ഷനാകുന്ന ചരിത്രം നമ്മൾ വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. എന്നാൽ ഹാരാനിൽ വെച്ചാണോ അബ്രഹാമിന് ദൈവത്തിന്റെ പ്രത്യക്ഷത ഉണ്ടാകുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വേദപുസ്തകത്തിന് മറ്റു ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഹാരാനിൽ വെച്ചല്ല, അതിനു മുമ്പ് തന്നെ അബ്രഹാമിന് ദൈവപ്രത്യക്ഷത ഉണ്ടായി എന്ന് തെളിയിക്കുന്നതായ വാക്യങ്ങളാണ് പലപ്പോഴും നമുക്ക് പിന്നീട് കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും വേദപുസ്തകം പഠിക്കുമ്പോൾ ആകമാനമായ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു പഠനം നമുക്ക് അത്യാവശ്യമാണെന്ന് പറയാൻ കാര്യം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ 6 മുതൽ വായിക്കുമ്പോൾ, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. പിന്നെ അവനോട് ദൈവം ആരോട് പറയാണ്? അബ്രഹാമിനോട് ദൈവം സംസാരിക്കുകയാണ്. ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദേരുടെ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാൻ ആകുന്നു എന്ന് അരുളി ചെയ്തു. അപ്പോൾ ദൈവവും അബ്രഹാമിനോട് ആദ്യമായിട്ട് ഇടപെടുന്നത് എവിടെ വെച്ചല്ല? ഹാരാനിൽ വെച്ച് അല്ല. ഐ എം ദ ലോർഡ് ദാറ്റ് ബ്രോട്ട് ദീ ഔട്ട് ഓഫ് ഊർ ഓഫ് കാൽഡിയൻ. കൽദേയുടെ പട്ടണമായ ഊരിൽ നിന്ന് ഞാനാണ് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ ദൈവം ഹാരാനിൽ വെച്ചല്ല അബ്രഹാമിനോട് ആദ്യം ഇടപെടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ അവിടെ ഒരു കാര്യം നമുക്ക് കൃത്യതയില്ലാതെ ഉണ്ട്. ദൈവ പ്രത്യക്ഷത അവന് ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതാണ്. നമ്മൾ നെഹമയാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ, നെഹമയാവിന്റെ പുസ്തകത്തില് അതിന്റെ 9-ാം അധ്യായത്തിൽ, നെഹമയ ചാപ്റ്റർ 9 നെഹമയായുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവിടെ അബ്രാമിനെ തെരഞ്ഞെടുത്ത് അവനെ കൽദേയുടെ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവന് അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ. അപ്പൊ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, അബ്രഹാമിനെ തെരഞ്ഞെടുത്ത് അവനെ കൽദേയുടെ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അബ്രഹാം എന്ന് പേരിട്ട യഹോവ നീ തന്നെ. അപ്പോൾ കൽദേയുടെ പട്ടണമായ ഊരിൽ നിന്ന് തന്നെ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ദൈവം എന്ത് ചെയ്തിരുന്നു? അബ്രഹാമിനെ
തെരഞ്ഞെടുത്തിരുന്നു, വിളിച്ചിരുന്നു, കൊണ്ടുവന്നിരുന്നു എന്നുള്ളത് അവിടെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ കുറെ കൂടെ കൃത്യതയോടുകൂടെ നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവർത്തികളിലെ സ്തെഫാനോസ്, നമുക്കറിയാവുന്നതുപോലെ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്ന, ക്രൈസ്തവ രക്തസാക്ഷിയായിരുന്ന സ്തെഫാനോസിന്റെ പ്രസംഗം നമ്മൾ അതിന്റെ 7-ാമത്തെ അധ്യായത്തിൽ, അപ്പോസ്തല പ്രവർത്തികൾ 7-ാമത്തെ അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട്. അവിടെ സ്തെഫാനോസിന്റെ പ്രസംഗം തുടങ്ങുന്നത് തന്നെ ആദാമിൽ നിന്നല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിൽ നിന്നാണ്. ഇത് ഉള്ളത് തന്നെയെന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസപ്പൊത്തോമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. നിന്റെ ചാർച്ചക്കാരെയും നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദേരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു. അവന്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ട് വന്ന് പാർപ്പിച്ചു. ഇവിടെ കാര്യങ്ങൾ കുറെ കൂടെ വ്യക്തമാവുകയോ കൺഫ്യൂഷൻ ഉണ്ടാവുകയോ ചെയ്യാണ്. എന്തും ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ ഒരു കാര്യം സ്തെഫാനോസ് കൃത്യതയോട് പറയുന്നു. ദൈവ ദർശനം അബ്രഹാമിന് ഉണ്ടായത് എവിടെ വെച്ചാണെന്ന് പറയുന്നത്? മെസപ്പൊത്തോമിയയിൽ വെച്ചാണ്. മെസപ്പൊത്തോമിയയിൽ വെച്ച് ദർശനമുണ്ടായി എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അവന് പ്രത്യക്ഷനായി. നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞത് എവിടെ വെച്ചാണെന്നുള്ളത് ഇതിന്റെ കൺസ്ട്രക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് അത്രയ്ക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല. പക്ഷേ എന്താണെങ്കിലും ഒരു കാര്യം സ്തെഫാനോസ് തീർത്തു പറയുന്നുണ്ട്. എന്ത്? മെസപ്പൊത്തോമിയയിൽ വെച്ച് അബ്രഹാമിന് ദൈവദർശനം ഉണ്ടായി. അപ്പോൾ ദൈവപ്രത്യക്ഷത അവിടെ വെച്ച് ഉണ്ടായി. അതിനുശേഷം ഹാരാനിൽ വെച്ചും ഉണ്ടായി. ഹാരാനിൽ വെച്ച് ദൈവദർശനം ഉണ്ടായി എന്നുള്ളത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പൊ ദൈവപ്രത്യക്ഷത കൽദേയുടെ പട്ടണമായ ഊരിൽ വെച്ച് അല്ലെങ്കിൽ മെസപ്പൊത്തോമിയയിൽ വെച്ചുണ്ടായി, ഹാരാനിൽ വെച്ചും ഉണ്ടായി. എന്നാൽ വിട്ടുപോരുവാനുള്ള ആ കൽപ്പന കൃത്യതയോടുകൂടെ നമ്മൾ കാണുന്നത് എവിടെയാണ്? ഹാരാനിൽ വന്ന് പാർക്കുമ്പോഴാണ്. അത് നേരത്തെയും അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിരുന്നു എന്ന് നമുക്കറിയില്ല. നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നും നമ്മൾ അറിയാൻ പരിശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ അതിനെക്കുറിച്ചുള്ള സൂചന ഉണ്ട്. ഒരുപക്ഷെ വിട്ടുപോരുവാനുള്ള കൽപ്പന അന്നേ കർത്താവ് അബ്രഹാമിനോട് ഞാൻ ചിന്തിക്കുന്നത് ഒരുപക്ഷെ പറഞ്ഞു കാണും, നിന്നെ ഞാൻ ഒരു വ്യത്യസ്തമായ ലോകത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്നൊക്കെ പറഞ്ഞു കാണാമായിരിക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ ദർശനവും വെളിപ്പാടും ഒക്കെ അതിനുള്ള ഒരു വളർച്ച ഉണ്ട്. ഒരു പക്ഷേ മെസപ്പൊത്തോമിയയിൽ വെച്ച് ദൈവം പ്രത്യക്ഷനായ സമയത്ത് ഒറ്റയടിക്ക് അബ്രഹാമിന് ദൈവം പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ആത്മീക പക്വത പോലും ഉണ്ടായി കാണണമെന്നില്ല. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് ആ രീതിയിലല്ല പോകുന്നത്. നമ്മൾ അബ്രഹാം നടത്തിയതായ ഫെയ്ത്ത് ജേർണിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ഒരു കാര്യം വേറെ ഓർക്കണം. കനാനിലേക്ക് പോകാൻ ആദ്യം തീരുമാനമെടുത്തത്, അതായത് കൽദേയുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാനിലേക്ക് പോകുവാൻ ആദ്യം തീരുമാനമെടുത്തത് അബ്രഹാം അല്ല. അവിടെയാണ് വീണ്ടും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. കനാനിലേക്ക് പോകുവാൻ ആദ്യം തീരുമാനമെടുത്തത് അബ്രാമിന്റെ എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. നമ്മൾ അബ്രഹാം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ഞാൻ ആദ്യം അബ്രഹാമിന്റെ പേരെന്തായിരുന്നു? അബ്രാം. അതുകൊണ്ട് ഞാൻ ആ പേരെപ്പോഴും ഉപയോഗിക്കുന്നില്ല. കാര്യം നമുക്കറിയാം, ദൈവം അവന് പേര് മാറ്റം കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം. അതുകൊണ്ട് നമുക്കിപ്പോൾ എപ്പോഴും അബ്രഹാം ആര് തന്നെയാണ്? അബ്രഹാമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കുന്നില്ല. അബ്രഹാം അല്ല ആദ്യമായിട്ട് കനാൻ ദേശം വിട്ടുപോകുവാനായിട്ട് തീരുമാനമെടുക്കുന്നത്. 11-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ 31-ാം വാക്യത്തിൽ തേരഹ് തന്റെ മകനായ അബ്രഹാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളായ സാറായിയെയും കൂട്ടി കൽദയുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. ആര് പുറപ്പെട്ടു? തേരഹ് പുറപ്പെട്ടു. അപ്പോൾ അബ്രഹാം പുറപ്പെട്ടു എന്നല്ല എഴുതിയിരിക്കുന്നത്. ആര് പുറപ്പെട്ടു? തേരഹ് പുറപ്പെട്ടു. തേരഹ് കനാൻ നാട്ടിലേക്ക് പോകാനായിട്ട് പുറപ്പെട്ടു. അബ്രഹാമിനെ കൂട്ടിക്കൊണ്ടുപോയി എന്നാ പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ ഒരു ചോദ്യം. എന്തിനാണ് തേരഹ് ഈ കൽദയുടെ പട്ടണമായ ഊര് വിട്ട് കനാൻ നാട്ടിലേക്ക് പോകാൻ തീരുമാനമെടുത്തത്?
ഒരു പരിധി വരെ ഈ ഒരു തീരുമാനത്തിലേക്ക് തേരഹിനെ നയിച്ച ബോധോദയം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. എന്ത് ഇൻറ്റ്യൂട്ടീവായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡ്യൂഷൻ ഉണ്ടായി, എന്ത് വി ഡു നോട്ട് നോ, അതവിടെ എഴുതിയിട്ടില്ല. എന്താണെങ്കിലും തേരഹിനോട് ദൈവം അങ്ങനെ കൽപ്പിച്ചതായി വേദപുസ്തകത്തിലില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം തേരഹിന് ദൈവദർശനം ഉണ്ടായതായിട്ട് പോലും നമുക്കറിയില്ല. ദൈവദർശനം ഉണ്ടായത് ആർക്കാണ്? അബ്രഹാമിനാണ്. അപ്പൊ ദൈവദർശനം ഉണ്ടായിട്ടില്ലാത്ത തേരഹ് മെസപ്പൊത്തോമിയയിൽ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് കനാൻ നാട്ടിലേക്ക് പോകാൻ തീരുമാനമെടുത്തു. എന്തുകൊണ്ട്? കനാൻ നാട് അന്ന് തന്നെ വളരെ പ്രശസ്തമായ ഫെർട്ടൈൽ ആയിട്ടുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ ഊരിൽ നിന്ന്, ഊര് എന്ന് പറയുമ്പോൾ അബ്രഹാമിന്റെ പട്ടണമായ അല്ലെങ്കിൽ അബ്രഹാമിന്റെ പിതാവിന്റെ പട്ടണമായ കൽദേറുടെ പട്ടണമായ ഊരിൽ നിന്ന് അവിടെ താമസിക്കുമ്പോൾ ബേസിക്കലി ഇവര് ഇടയന്മാരും യാത്രക്കാരും ഒക്കെയാണ്. അല്ലാതെ ഇവരൊരു സെറ്റിൽഡ് ഗ്രൂപ്പ് അല്ല. അന്നത്തെ കാലം എന്ന് പറയുമ്പോൾ ഒരു സെമി നൊമാഡിക് കാലയളവ് തന്നെയാണത്. അതുകൊണ്ട് തേരഹ് നോക്കിയപ്പോൾ അവർ താമസിക്കുന്ന പട്ടണത്തെക്കാൾ കുറെ കൂടെ ഒക്കെ മെച്ചപ്പെട്ട ആടിന് തീറ്റ കിട്ടുന്ന നല്ല ഒരു സ്ഥലമാണ് കനാൻ എന്നുള്ളത് കേട്ടറിഞ്ഞു. അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവുണ്ടായി. ആ തിരിച്ചറിവാകണം ഒരുപക്ഷെ തേരഹിനെ കനാനിലേക്ക് പുറപ്പെടാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. വേറെ പറഞ്ഞു കഴിഞ്ഞാൽ തേരഹിന്റെ യാത്ര വളരെ യുക്തിപരമാണ്. നമ്മളൊക്കെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ യുക്തിപരമാണ്, ബുദ്ധിപൂർവമാണ്. നമ്മൾ ഒരു പട്ടണത്തിലേക്ക് കുടിയേറുന്നത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ ജോലി സാധ്യത, ഇല്ലേ? നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മൾ താമസിക്കുകയാണെങ്കിൽ, നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന ഗ്രാമങ്ങളിൽ താമസിക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് നല്ലത്. പക്ഷേ നമുക്ക് നമ്മുടെ ഗ്രാമത്തിൽ ഫാക്ടറി ഇല്ല, നമ്മുടെ ഗ്രാമത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനുള്ള പോസിബിലിറ്റി കുറവാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് സൗകര്യപ്പെടുന്നതായ നമുക്കൊരു ജോലി സാധ്യതയും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് യോജിക്കുന്നതുമായ ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ നമ്മൾ സ്വാഭാവികമായും തീരുമാനമെടുക്കുന്നു. എന്തുകൊണ്ട് തീരുമാനമെടുക്കുന്നു? അത് ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു നോളജ് ഒന്നുമല്ല. ഒരു ദിവസം ഉറക്കത്തിൽ കൊച്ചിയിലേക്ക് പോവുക എന്നുള്ള ശബ്ദം കേട്ടുപോലാണ് നമ്മൾ വല്ലതും വന്നത്, ഒന്നുമല്ല. എന്താണ്? കൊച്ചി പട്ടണത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ജോലിക്ക് സാധ്യതയുണ്ട്, പിള്ളേരുടെ വിദ്യാഭ്യാസ സാധ്യതയുണ്ട്. അങ്ങനെ എന്തുകൊണ്ട് നല്ല ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മളൊക്കെ, അല്ലെങ്കിൽ കുടിയേറുന്നവരായ ആളുകൾ, മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും അതിനകത്തൊരു യുക്തിയുണ്ട്. ഈ യുക്തി തീർച്ചയായും തേരഹിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ പശുവിന് നല്ല പുല്ല് കിട്ടുന്നതായ സ്ഥലം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മെച്ചപ്പെട്ട സ്ഥലം, ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നല്ലത് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്, കനാനാണ് നല്ലതെന്നുള്ള ഒരു ബോധോദയത്തിൽ നിന്നാണ്, ആ ഒരു ബോധ്യത്തിൽ നിന്നാണ്, ഒരു യുക്തിയിൽ നിന്നാണ് ശരിക്കും തേരഹ് യാത്ര പുറപ്പെടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ബെറ്റർ ആയിട്ടുള്ള മെച്ചപ്പെട്ട സ്ഥലം. മെച്ചപ്പെട്ട എന്ന് പറയുമ്പോൾ പല പോസിബിലിറ്റീസിൽ ഒന്നാണ് നമ്മൾ മെച്ചപ്പെട്ടതെന്ന് പറയുന്നത്. അവിടെയാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ഒരു തിരിച്ചറിവ് വിശ്വാസികൾ നടത്തേണ്ടത്. ഇന്ന് നമ്മളൊക്കെ യേശുവിന്റെ പിന്നാലെ പോകുന്നതും പല സമയത്തും ഒരു ബെറ്റർ പ്ലേസ്, ഒരു ബെറ്റർ പേഴ്സൺ എന്നുള്ള നിലയിലാണ്. ഒരു പക്ഷെ നമ്മൾ പ്രസംഗിക്കുമ്പോഴും പറയും, നിങ്ങളുടെ വേദത്തെക്കാൾ നല്ലതാ ഞങ്ങളുടെ ബൈബിള്, നിങ്ങളുടെ ദൈവത്തെക്കാൾ നല്ലതാ ഞങ്ങളുടെ ദൈവം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പരിചയപ്പെടുത്താറുണ്ട്. ഭയങ്കര അപകടമാണ് അതിനകത്തുണ്ടാകുന്നത്. കാര്യം, ഒരു സ്ക്രിപ്ചറിനേക്കാൾ ബെറ്റർ ആണ് ബൈബിൾ എന്ന് പറയുമ്പോൾ കമ്പാരിസൺ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ വേദപുസ്തകം മറ്റൊരു പുസ്തകവുമായി കമ്പയർ ചെയ്യാനുള്ളതല്ല. നീ നിന്റെ ദൈവത്തെ എത്ര വിളിച്ചതായി, വല്ല ഗുണവും ഉണ്ടായി, എന്നാൽ പിന്നെ ഞങ്ങളുടെ ദൈവത്തെ വിളിക്കാൻ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം എന്താണെന്നറിയാമോ? കമ്പാരിസൺ നടക്കുന്നു. പക്ഷേ അവർ ഗാഡ് ഈസ് ആൻ ഇൻകമ്പയറബിൾ ഗാഡ്. നമ്മുടെ ദൈവം കമ്പാരിസണിന് സാധ്യതയില്ലാത്ത, താരതമ്യത്തിന് സാധ്യതയില്ലാത്ത ദൈവമാണ്. നമ്മുടെ ദൈവം ഈസ് ദി ഓൺലി ഗാഡ്. ബൈബിൾ ഈസ് ദി ഓൺലി ബുക്ക്. ജീസസ് ഈസ് ദി ഓൺലി ഗാഡ്. അവൻ മാത്രം ദൈവമാണ്. അതുകൊണ്ട് ബെറ്റർ എന്ന് പറയുമ്പോൾ പലത് തെരഞ്ഞെടുത്ത്, പലത് ചെക്ക് ചെയ്തിട്ട് അവസാനം കണ്ടുപിടിക്കുന്ന ഒരു കാര്യം എന്ന നിലയിലാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അത് വലിയൊരു അപകടമാണ്. അതുകൊണ്ട് കനാൻ ഒരു ബെറ്റർ പ്ലേസ് എന്നുള്ള നിലയിൽ, ആടിന് തീറ്റ കിട്ടുന്ന സ്ഥലം അല്ലെങ്കിൽ നല്ല സ്ഥലം എന്നുള്ള നിലയിൽ തേരഹ് വരുന്നത് പോലെ വിശ്വാസികളും ഇന്ന് പലപ്പോഴും ഒരു ബെറ്റർ പ്ലേസ് എന്നുള്ള നിലയിൽ ചർച്ച പുൽകുന്നുണ്ട്.
അതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിപ്പീരും അങ്ങനെയാണ്. കനാനിലേക്ക് വന്നാൽ ആടിന് തീറ്റയുണ്ടെന്നാണ് നമ്മുടെ പ്രസംഗവും. നമ്മൾ പ്രസംഗിക്കുന്നതും കനാനിൽ വന്നാൽ എന്തോ ഉണ്ട്? ആടിന് തീറ്റയുണ്ട്. നിന്റെ കടം മാറാൻ, രോഗം മാറാൻ, വിസ കിട്ടാൻ, ജോലി കിട്ടാൻ, ആടിന് തീറ്റ കിട്ടാൻ എങ്ങോട്ട് വന്നാൽ മതി? ഞങ്ങളുടെ സഭയിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നാൽ മതി എന്നാണ് നമ്മൾ പറയുന്നതല്ല. എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ തന്നെ വരണമെന്ന് നിർബന്ധമുണ്ടോ? ഇവിടെ ഒരു ജോലി കിട്ടാൻ ഒരുത്തൻ ഇപ്പം ഉപവാസം എടുത്തില്ലെങ്കിൽ ലോകത്തിലെല്ലാവർക്കും ജോലി കിട്ടിയത് ഉപവാസം എടുത്തിട്ടാണോ? എന്റെ ചോദ്യം അതാണ്. ലോകത്തിലല്ലോ ഉള്ള എല്ലാവർക്കും ജോലി കിട്ടിയതെന്തോ അവരെന്തോ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിട്ടല്ലോ ആണോ? അല്ല. അപ്പൊ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്? ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ കാറുള്ള എല്ലാവരും ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിട്ടാണോ അവർക്ക് കാറ് കിട്ടിയത്? അല്ല. വേറെ ഒത്തിരി പോസിബിലിറ്റി ഉണ്ട്. കർത്താവിന്റെ അടുത്ത് ഇതെല്ലാം ഉണ്ട്. കർത്താവിന്റെ അടുത്ത് രോഗസൗഖ്യമുണ്ട്. കർത്താവ് നിങ്ങളുടെ കടം മാറ്റാൻ സഹായിക്കും. കാരണം അവൻ മനസ്സലിവുള്ളവനാണ്. എനിക്കതിനകത്ത് യാതൊരു വിരോധമില്ല. അങ്ങനെ ഒരാൾ പറഞ്ഞു കർത്താവ് എന്റെ കടം മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെ മാറ്റുന്നത്? കർത്താവ് മാറ്റിയത് അല്ല, എന്താ കർത്താവിന്റെ രോഗസൗഖ്യമാക്കി. എനിക്ക് ഇതിനകത്ത് വിരോധമൊന്നുമില്ല. പക്ഷേ രോഗസൗഖ്യമോ കടം മാറുന്നതോ ജോലി കിട്ടുന്നതോ വീട് പണിയുന്നതോ ഒക്കെ അതിനുവേണ്ടി കർത്താവിന്റെ അടുത്ത് പോയാലേ പറ്റൂ എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. വേറെ വല്ല കാശുള്ള ഒരാളുടെ അടുത്ത് ചെന്ന് സേവ പിടിച്ചാൽ ചിലപ്പോൾ അയാൾ എന്ത് ചെയ്തെന്നിരിക്കും? നിങ്ങളുടെ കടം മാറ്റിയെന്നിരിക്കും. നല്ലൊരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന അസുഖം ചിലപ്പോൾ അങ്ങേരെ ചികിത്സിച്ച് മാറ്റിയെന്നിരിക്കും. ഏതെങ്കിലും ഒരു നല്ലൊരു ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വീട് പണിയാനുള്ള ലോൺ അവര് അഡ്ജസ്റ്റ് ചെയ്ത് തന്നിരിക്കും. അപ്പൊ കർത്താവിന്റെ അടുത്ത് വരാത്തവരെല്ലാം നഷ്ടപ്പെട്ടെന്നോ അവരെല്ലാം മാറാരോഗികളാണെന്നോ കടക്കാരാണെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? അത് അല്ല. അങ്ങനെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, കടക്കാർക്കും മാറാരോഗികൾക്കും മാത്രം മതിയല്ലോ കർത്താവ് എന്ന് ചിന്തിക്കും ആൾക്കാർ. കടമില്ലാത്തവനും മാറാരോഗമില്ലാത്തവനും ഒന്നും ഇങ്ങോട്ട് വരണ്ടെന്ന് ചിന്തിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറയുന്നത്. എനിക്ക് ടാൻസാനിയയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നൊരു പീറ്റർ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അവന് MBA പഠിക്കുകയാണ്, BBA MBA പഠിക്കുകയാണ്. അവൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷുകാരി പെങ്കൊച്ച് പഠിക്കുന്നുണ്ട്. ഞായറാഴ്ച ഇവൻ ഈ കൊച്ചിനോട് ചോദിച്ചു, ടുഡേ സൺഡേ, വൈ ഡോണ്ട് യു ജസ്റ്റ് കം ടു ദ ചർച്ച്? ഇന്ന് സൺഡേ അല്ലേ, നിനക്ക് എന്താ പള്ളിയിലോട്ട് വന്നാൽ എന്താ? വൈ ഷുഡ് ഐ കം? ഐ എം നോട്ട് സിക്ക്. ഞാൻ എന്തിനാ വരുന്നത്? കാര്യം ഞാന് സിക്കൊന്നും അല്ലല്ലോ. അപ്പൊ കൊച്ചിന്റെ മനസ്സിലെ ചിന്ത എന്താണ്? പള്ളി പോകുന്ന എന്തിനു വേണ്ടിയാണ്? രോഗമുണ്ടെങ്കിൽ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കും. ഇത് നമ്മൾ പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ലെങ്കിലും പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇതൊക്കെയാണ് ഇന്നിപ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നതായ കാര്യം. എന്നാൽ സഭയിൽ വരാത്ത എല്ലാവരും പട്ടിണിയാണെന്നൊക്കെ പറഞ്ഞാൽ ആരും സമ്മതിക്കത്തില്ല സഹോദരന്മാരെ. സഭയിൽ വരാത്തവരെല്ലാവരും പട്ടിണിയൊന്നുമല്ല. സഭയിൽ വന്നില്ലെങ്കിൽ നിന്റെ ജോലി പോകുമെന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. ബിസിനസ് വളരാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചാലേ പറ്റൂ എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. യൂസഫ് അലി ഏത് സഭയിൽ പോയി ഉപവാസം എടുത്തിട്ടാ അയാൾ എല്ലായിടത്തും ലുലു തുടങ്ങുന്നത്? അല്ലെങ്കിൽ അനിൽ അംബാനി ഏത് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തിട്ടാണ് അയാളുടെ ബിസിനസ് ലോകം മുഴുവൻ വ്യാപിക്കുന്നത്? ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ നമുക്ക് പ്രയാസം ഉണ്ടെങ്കിൽ കർത്താവിനടുത്ത് നമ്മൾ സഹായിക്കുമെന്നുള്ളത് ശരിയാണെങ്കിലും അല്ലാത്തവർക്കും ഇതെല്ലാം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ തേരഹിന്റെ യാത്ര, തേരഹ് മെസപ്പൊത്തോമിയ വിട്ട് ഊരിന്റെ യാത്രയിൽ നിന്ന് നേരെ കനാനിലേക്ക് പോകാൻ പുറപ്പെട്ടത് ദൈവദർശനത്തിന്റെ പിൻബലത്തോലല്ല. അവന് ദൈവദർശനം ഉണ്ടായിട്ടൊന്നുമല്ല. അവൻ നോക്കിയത് ആടിന് തീറ്റി കിട്ടാൻ പറ്റിയ സ്ഥലം എന്ന നിലയിലാണ്. നമ്മൾ ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ അവൻ കാഴ്ചയുടെ ലോകത്ത് കാര്യങ്ങൾ കണ്ടവനാണ്. അവൻ യുക്തിപരമായി കാര്യങ്ങളെ ആലോചിച്ചവനാണ്. യുക്തിപരമായി അങ്ങനെയുള്ള അനേക ആളുകളുണ്ട്. ബിസിനസ് പോസിബിലിറ്റീസ് നോക്കി നടക്കുന്ന ആളുകളുണ്ട്. നന്നായിട്ട് ഷെയർ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നതായ ആളുകളുണ്ട്. പൊട്ടുന്നവരും ഉണ്ട്. ബിസിനസ് നോക്കുന്നവരുണ്ട്, പൊട്ടുന്നവരും ഉണ്ട്. രക്ഷപ്പെട്ടു. അവർ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് അത് ദൈവാനുഗ്രഹവും, പൊട്ടിയാലുടനെ അത് ദൈവശാപം എന്നൊന്നും പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. അത് അവരുടെ ബുദ്ധിയിൽ അവർ ചെയ്തു. അവർ ബുദ്ധിയിൽ രക്ഷപ്പെട്ടു, പരാജയപ്പെട്ടു. എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഊരിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് പോകാൻ അവൻ പുറപ്പെട്ടു. കാര്യം അവിടെ ആടിന് തീറ്റിയുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ കനാൻ വരെ അവൻ പോയില്ല. അതിനിടയ്ക്ക് ഹാരാൻ വന്ന് കണ്ടപ്പോൾ ഹാരാനിൽ അവനങ്ങ് താമസിച്ചെന്നാ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഹാരാനിൽ വന്ന് താമസിക്കാൻ കാര്യം? ഹാരാനും അത്ര മോശമൊന്നുമല്ല. കനാൻ നാട്ടിലുള്ളതുപോലെ അങ്ങില്ലെങ്കിലും കനാൻ നാട്ടിലുള്ളതിന് ആടിന്റെ തീറ്റിയൊക്കെ എവിടെ ഉണ്ട്?
ഹാരാനിലും ഉണ്ട്. അപ്പൊ ഇവൻ തിരക്കി നടന്ന കാര്യം എവിടെ കിട്ടി? ഹാരാനിൽ കിട്ടി. അപ്പൊ അവൻ ചിന്തിച്ചു, എന്നാ പിന്നെ ഇവിടെ താമസിച്ചേക്കാം. ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ സൗകര്യങ്ങൾ നോക്കി സഭയിൽ വരുന്നവര് സൗകര്യം എവിടെ കണ്ടാലും അവിടെ അങ്ങ് തങ്ങും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അതിനിപ്പോ സഭയെ വന്നെങ്കിലേ പറ്റുള്ളൂന്നൊന്നും അർത്ഥമൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ തമാശക്കായിട്ട് പറയാറുണ്ട്, ഞങ്ങളുടെ മുകളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നായര്, ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്, പുള്ളി മരിച്ചുപോയി, പരമേശ്വരൻ നായർ. അപ്പോൾ പരമേശ്വരൻ നായരുടെ മോൻ പണ്ടൊക്കെ പ്രീ ഡിഗ്രി ആണല്ലോ, ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് പ്രീ ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്ന് അവൻ അങ്ങേർക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ എന്നെ കണ്ടപ്പോഴത്തേക്ക് വലിയ സങ്കടത്തോടെ പറഞ്ഞു, എൻ്റെ സാജു, മോന് എഞ്ചിനീയറിംഗിന് പോകണമെന്നുണ്ട്, അവന് പക്ഷേ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അവൻ ഈ മലയാളം മീഡിയത്തിൽ പഠിച്ചു കഴിഞ്ഞിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നതെല്ലാം മറ്റുള്ളവരുമായിട്ട്, അതുകൊണ്ട് അവന് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടാനുള്ള വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ പരമേശ്വരൻ പിള്ളേ, താൻ പ്രയാസപ്പെടേണ്ട കാര്യമില്ല, താനൊരു കാര്യക്ക് എന്നോട് സഭയെ വാ, നമുക്ക് അവിടെ നിന്ന് ഉപവാസം കൊടുത്ത് പ്രാർത്ഥിക്കാം, ഇയാളുടെ കുഞ്ഞിന് ദൈവം അഡ്മിഷൻ തരും. ഇത് കേട്ടപ്പോൾ എവിടെ പോയാലും വേണ്ടിയല്ല, കുഞ്ഞിനൊരു അഡ്മിഷൻ കിട്ടണമെന്നുള്ളതാണ് പരമേശ്വരൻ നായരുടെ ഇപ്പോഴത്തെ ചിന്ത. അങ്ങേര് ഞങ്ങളുടെ സഭയെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന് ഞാൻ ഇങ്ങോട്ട് ഒരു വേദോത്സവം പിടിപ്പിച്ചു കൊടുത്തു. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വാ, ഞങ്ങളൊരു ഉപവാസം കൊടുത്ത് പ്രാർത്ഥിക്കുക, തൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടും. ഞാൻ ഈ ഉറപ്പ് പറഞ്ഞുകൊണ്ട് പിറ്റേ വെള്ളിയാഴ്ചയും പരമേശ്വരൻ നായർ എന്ത് ചെയ്തു, വേദോത്സവം പിടിച്ചുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരികയാണ്. അന്നേരമാണ് ഞങ്ങളുടെ അവിടുത്തെ NSSന്റെ സെക്രട്ടറി ഉണ്ട്, ഒരു കൃഷ്ണപിള്ളയാണ്. കൃഷ്ണപിള്ള നാരായണപിള്ളയെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇതെന്തോടോ തൻ്റെ കയ്യിൽ? അത് വേദോത്സവമാണ് പിള്ളേച്ച. വേദോത്സവം? അത് ക്രിസ്ത്യാനികളുടെ ഉത്സവം ഇല്ലയോ? തനിക്ക് താരാ തന്നത്? അതാ സാജി ഉപദേശിച്ച് തന്നതാ. അയാളെ തന്നെ നിനക്ക് വേദോത്സവം തന്നത്? ആ കുഞ്ഞിന് എന്തോ പ്രീ ഡിഗ്രി കഴിഞ്ഞ് അവനിപ്പം ഒരു അഡ്മിഷൻ വേണം. അപ്പൊ സാജി ഉപദേശിച്ച് പറഞ്ഞു, എന്തോ ചെയ്താൽ മതി, സഭയെ വന്ന് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്നാ ചിന്തിച്ചു, ഈ എന്താണേലും വേണ്ടുകയില്ല, കുഞ്ഞിനൊരു അഡ്മിഷൻ കിട്ടുന്നതല്ലയോ, പോയേക്കാമെന്ന് ചിന്തിച്ചു. കൃഷ്ണ വിളിച്ചോട്, തനിക്ക് നാണമില്ലയോടോ, കൊച്ചിന് അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് താൻ ഈ വേദോത്സവം പിടിച്ചുകൊണ്ട് തനിക്ക് നാണമില്ലയോ അങ്ങനെയൊക്കെ കാണിക്കാൻ? എടോ, നമ്മുടെ NSS കോളേജിലെ അകത്തേത്തറ, അവിടെ മാനേജ്മെന്റിൽ തന്റെ കൊച്ചിന് ഞാൻ അഡ്മിഷൻ വാങ്ങിച്ചു തരാം. എടോ, എൻ്റെ അടുത്ത ഫ്രണ്ടാണ് ഇപ്പോഴവിടെ അവിടുത്തെ NSSന്റെ ലീഡർ അവിടെ ഉള്ള ആള്, ഞാൻ തന്റെ കുഞ്ഞിന് അഡ്മിഷൻ വാങ്ങിച്ചു തരാം. താൻ അതിനു വേണ്ടിയാണോ ഈ എന്തോ വേദോത്സവം പിടിച്ചുകൊണ്ട് നടക്കുന്നത്? താൻ വേറെ പണി നോക്കൂ, ഞാൻ തന്റെ മോൻ അഡ്മിഷൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ പരമേശ്വരൻ എന്നാ പറഞ്ഞു? എന്നാലും ഇല്ല സാറേ എന്ന് പറയും. ഇല്ല, അയാൾ എന്താ പറയും? ആണോ കൃഷ്ണപിള്ളേ? എന്നാ പിന്നെ എന്തോന്ന് വേദോത്സവം? അയാൾ വേദോത്സവം എടുത്തെറിഞ്ഞേച്ച് നേരെ കൃഷ്ണപിള്ളയുടെ പുറകെ പോകും. കാര്യം കൃഷ്ണപിള്ള എന്തോ ഓഫർ ചെയ്തു, അതും നമ്മൾ പറഞ്ഞതൊന്നും കാണിച്ചോണ്ടൊന്നുമില്ല. പുള്ളി പറയുന്നത് എന്താ, അകത്തേത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജ് തന്റെ കുഞ്ഞിന് ഞാൻ അഡ്മിഷൻ വാങ്ങിച്ചു തരാമെന്ന് ഉറപ്പ് പറഞ്ഞപ്പോൾ പരമേശ്വരൻ പിള്ളയുടെ എല്ലാ വിശ്വാസവും പോയി. വിശ്വാസം പോയെന്ന് പറയാൻ പറ്റത്തില്ല, കാര്യം അങ്ങനെ എന്തോ ഇല്ലായിരുന്നു, വിശ്വാസം ഇല്ലായിരുന്നു. ഒരു ടെസ്റ്റായിരുന്നു, അത്രേ ഉള്ളൂ. അങ്ങേർക്ക് ആടിന് തീറ്റി കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞതുപോലെ കൊച്ചിന് അഡ്മിഷൻ കിട്ടുന്ന ഒരു സ്ഥലം എന്നുള്ളതല്ലാതെ വേറെ ഒന്നും അദ്ദേഹം ഈ ഉപവാസ പ്രാർത്ഥനയിൽ കണ്ടില്ല. അത് എവിടെ കിട്ടിയോ അവിടെ പോയി, അത്രേ ഉള്ളൂ. ഇതുപോലെ തേരഹ ഊരിൽ നിന്ന് കനാനിലേക്ക് യാത്ര പോകാൻ പുറപ്പെടുമ്പോൾ മനസ്സിൽ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, ആടിന് തീറ്റി കിട്ടുന്ന സ്ഥലം. എന്ത് സംഭവിച്ചു? നേരെ ഹാരാനിൽ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു ബെറ്റർ പ്ലേസ് ആയിട്ടാ കാണുന്നത്. അത് ബെറ്റർ പ്ലേസ് ആയിട്ട് കണ്ടപ്പോഴത്തേക്ക് അയാൾ എന്ത് ചെയ്തു? അവിടെ അങ്ങ് തങ്ങി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബെറ്റർ പ്ലേസ് എന്ന് പറഞ്ഞ് മറ്റതിനേക്കാൾ അല്ലെങ്കിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥലമെന്ന് പറഞ്ഞ് നമ്മൾ സഭകളും മറ്റും പരിചയപ്പെടുത്തുമ്പോൾ, പ്രാർത്ഥനയും മറ്റും പരിചയപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രോബ്ലം അതാണ്. അവരുടെ മനസ്സിൽ ഇതിന്റെ യുണീക്നെസ് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരെപ്പോഴും സൗകര്യം കിട്ടുന്നിടത്ത് പോകാൻ, വിടുതൽ എവിടെ കിട്ടിയാലും നമ്മൾ വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വിടുതൽ കിട്ടുമെന്നുള്ളത് സത്യമാണ്. ഞാൻ പറയുന്നില്ല നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞില്ല. എൻ്റെ അടുത്ത് ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നാൽ അയാൾ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഞാൻ അയക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് അതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. അയാളുടെ കൊച്ചിന് ഇപ്പോൾ അഡ്മിഷൻ കിട്ടുന്ന കർത്താവ് അഡ്മിഷൻ കൊടുക്കട്ടെ, അയാൾ വിശ്വാസത്തിൽ വരുന്ന എനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ അയാൾ വിശ്വാസത്തിൽ വന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അയാളോട് ദേഷ്യമൊന്നുമില്ല. കാര്യം ഇത് രണ്ടാണെന്ന് എൻ്റെ ചിന്ത. യേശുവിൻ്റെ അടുത്തോട്ട് രോഗികളായിട്ട് വന്ന ആളുകളെ കർത്താവ് ചോദിച്ചില്ല, അടുത്ത ആഴ്ച തൊട്ട് നീ സഭയിൽ വരുമോ ഇല്ലയോ എന്ന് പറഞ്ഞ് ചോദിച്ചോ? ഇല്ല. സ്നാനപ്പെടുമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല. രോഗസൗഖ്യത്തിന് വേണ്ടി കർത്താവിന്റെ അടുത്ത് വന്നു, രോഗസൗഖ്യം കൊടുത്തു, കർത്താവ് പറഞ്ഞു വിട്ടു. അതിനാരെങ്കിലും യേശുവിന്റെ പുറകെ പോയോ? ആരും പോയില്ല. ഇന്നും അത് തന്നെയാ.
രോഗസൗഖ്യത്തിന് വേണ്ടി ആളുകൾ വരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നേ കർത്താവ് സൗഖ്യമാക്കും, അവർ സൗഖ്യമെങ്കിലും അനുഭവിച്ചേച്ച് പൊക്കോട്ടെ, അതിനൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് വെച്ചുകൊണ്ട് ആരും രക്ഷിക്കപ്പെടണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണ്? തീർച്ചയായും ഇവര് അവരുടെ ശാരീരിക സൗഖ്യം മാത്രമല്ല, അവരുടെ ആത്മസൗഖ്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് രോഗസൗഖ്യം പറഞ്ഞ് എന്താണെന്ന് ആത്മസൗഖ്യത്തെക്കുറിച്ച് നമ്മളാരും സംസാരിക്കുന്ന പോലുമില്ല. നമ്മുടെ ഒരു ക്രൂസൈഡ് കഴിഞ്ഞാൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവസാനം നമ്മൾ പറയുമല്ലോ ഇന്ന് രോഗം സൗഖ്യമാക്കിയ ആളുകളെല്ലാം സ്റ്റേജിൽ കയറി. എന്നാൽ അന്ന് പാപബോധം ഉണ്ടായി കരഞ്ഞവൻ, അവനെ ആരും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. അങ്ങനെയുള്ളവരെ അല്ലല്ലോ സ്റ്റേജിൽ കയറ്റി അങ്ങോട്ട് നടന്നാട്ടെ ഇങ്ങോട്ട് നടന്നാട്ടെ, ഇവിടെ വന്നപ്പോൾ നടക്കാൻ വയ്യായിരുന്നല്ലോ, നടക്ക് അങ്ങോട്ട് നടക്ക്, നോക്ക് എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്തേ. എന്ത് ദൈവത്തിനാണോ ഇവർക്കാണോ മഹത്വം കൊടുക്കുന്നുള്ള വേറെ കാര്യം. ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, രോഗസൗഖ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ദാനമാണ്, കൃപയാണ്. അത് നമ്മൾ പ്രസംഗിക്കുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല, ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ പ്രശ്നമില്ല. അത് വാങ്ങിക്കുന്നവരൊക്കെ അതിന്റെ പിറ്റേ ദിവസം നമ്മുടെ കൂടെ പോരണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് അർത്ഥവുമില്ല. യേശു കർത്താവ് നേരിട്ട് സൗഖ്യമാക്കിയവർ യേശുവിന്റെ പുറകെ പോയില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷേ രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രം നമ്മുടെ അടുത്തേക്ക് ആളുകൾ വരുന്നത് ഒരു നല്ല പ്രവണതയല്ല. അത് ആടിന് തീറ്റി നോക്കി വരുന്നത് പോലെയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ രോഗികൾ നിങ്ങളുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർക്കു വേണ്ടിയും പ്രാർത്ഥിച്ചു. കർത്താവ് സൗഖ്യം കൊടുക്കട്ടെ, അവർ സൗഖ്യമായിട്ട് പോട്ടെ, കർത്താവ് അവരുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ. പക്ഷെ അവരോട് കർത്താവ് എന്തിനു വേണ്ടിയാണ് ഭൂമിയിൽ വന്നതെന്നും കർത്താവ് അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് എന്താണെന്നും അവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ പറയാതെ വിടരുത്. രോഗസൗഖ്യത്തിനുള്ളൊരു ഉപാധിയായിട്ടല്ല, രോഗസൗഖ്യം വേറൊരു കാര്യം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവിക വാഗ്ദത്തത്തെക്കുറിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ, അതായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തിന്റെ അഭിവാഞ്ച. ബാക്കിയുള്ള കാര്യം ചെയ്തോ. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്നറിയാമോ? സൗഖ്യത്തിന് വേണ്ടി വരുമ്പോൾ സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ പിന്നെ ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അത് വേറെ എവിടെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അവർ പോകാൻ മനസ്സിൽ യാതൊരു പ്രയാസവുമില്ല. കനാനിലേക്ക് പോകാൻ പുറപ്പെട്ട തേരഹും ബാക്കിയുള്ള എല്ലാവരും ഹാരാനിൽ വന്ന് അവിടെ ഒരു നല്ല സ്ഥലമായതുകൊണ്ട് അവിടെ അങ്ങ് താമസിച്ചെന്നാണ് പറയുന്നത്. ഇന്നും പല ആളുകളും ഹാരാൻ ക്രിസ്ത്യാനികളായിട്ടുണ്ട്. ഹാരാന്യ ക്രിസ്ത്യാനികൾ. കനാനിലേക്ക് തുടങ്ങിയതാണ് യാത്ര. ഹാരാനിൽ വന്നപ്പോൾ അവിടെ നല്ല സൗകര്യമാണ്. ആ സൗകര്യങ്ങൾ കണ്ട് അവിടെ താമസിക്കുന്നതായ, നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ അബ്രാം തന്റെ ഭാര്യയായ സാറായിയെയും സഹോദര മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകാൻ നോക്ക്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഹാരാനിൽ വെച്ച് അവർക്ക് എന്തുണ്ടായി? സമ്പാദ്യങ്ങൾ ഉണ്ടായി, ആളുകൾ ഉണ്ടായി. അപ്പൊ ഹാരാൻ മോശം സ്ഥലമല്ല എന്ന് മനസ്സിലായല്ലോ. അവിടെ വെച്ച് അവർക്ക് എന്തുണ്ടായി? സമ്പാദ്യം ഉണ്ടായി. ഇതേപോലെ യേശുവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സഭയിലേക്ക് നമ്മൾ പ്രസംഗിച്ചൊക്കെ വരുന്ന പല ആളുകളും കനാനിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്നുള്ളത് മറന്നിട്ട് ഹാരാന്യ അനുഭവത്തിലാണ് സഭയ്ക്കുള്ളിൽ പോലും കഴിയുന്നത്. പരമേശ്വരൻ നായർ പാവം ഞങ്ങളുടെ സഭയിൽ 2 ദിവസം വന്നു കഴിഞ്ഞിട്ട് അങ്ങ് പോയല്ലോ, അത് പോട്ടെ. പക്ഷെ സഭയ്ക്കുള്ളിലും ഹാരാന്യ ക്രിസ്ത്യാനികളായിരുന്നു കൂടുതൽ. അവർക്ക് ദൈവം ആത്യന്തികമായി വെച്ചിരിക്കുന്ന ആ വാഗ്ദത്ത കനാനെ കുറിച്ചുള്ള ദർശനമൊക്കെ അവർക്കില്ല. കാര്യം അവര് വന്നത് തന്നെ എന്തിനാണ്? ആടിന് തീറ്റി കിട്ടാനാണ്. ദൈവപ്രത്യക്ഷത ഇല്ലാതെ വന്നാലുണ്ടാകുന്ന പ്രശ്നം ഇതാണ്. ദൈവപ്രത്യക്ഷതയില്ലാതെ ഒരാൾ സഭയ്ക്കകത്ത് വന്നാൽ, അതായത് ഇതുപോലെയുള്ള ചില്ലറ ആവശ്യങ്ങൾക്ക് വേണ്ടി സഭയ്ക്കുള്ളിലേക്ക് വന്നാൽ, കുറച്ച് പൈസയും കിട്ടി കടവും ഒക്കെ വീടി കഴിയുമ്പോൾ ഇതൊരു നല്ല തട്ടകമായിട്ട്, എന്നാ പിന്നെ കടമൊക്കെ വീടിയില്ലയോ, കടമില്ലാത്തവനായി, രോഗമില്ലാത്തവനായി, സൗഖ്യമുള്ളവനായി ഒക്കെ ജീവിക്കാനായിട്ട് നമ്മളങ്ങ് ചിന്തിക്കും. അവർ വാസ്തവത്തിൽ കനാന്യ ദർശനമില്ലാത്ത, ദൈവിക ദർശനമില്ലാത്ത ഹാരാന്യ ക്രിസ്ത്യാനികളാണ്. കനാൻ നാട് മറന്നവരായ വിശ്വാസികളാണ്. ഇന്നിപ്പോ ആർക്കും കനാനിലേക്ക് പോകാൻ പോലും ഇല്ലല്ലോ. അങ്ങനെ പോകണമെന്നുള്ളൊരു മോഹം പോലും ഇല്ല. നമ്മളിപ്പോ ആമേൻ കർത്താവായ യേശുവെ വേഗം വരണമെന്നൊക്കെ പറയുന്നത് തന്നെ കൂട്ടുവായിട്ടുണ്ട്. വേഗം വരണമെന്ന് പറയുന്നത് തന്നെ കൂട്ടുവായിട്ടുണ്ട്. അല്ലാതെ എന്താ വലിയ തീഷ്ണതയോടൊന്നുമല്ല. ഇപ്പോഴങ്ങ് വരണമെന്ന് നമുക്കാർക്കും വലിയ നിർബന്ധമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു എന്താ നമ്മുടെ പറച്ചിൽ കേട്ടാൽ തന്നെ അറിയാമല്ലോ. നമ്മളിപ്പോ വഴിയിലൊക്കെ ആളുകൾ വല്ലപ്പോഴും വീട്ടിലൊക്കെ ഒന്ന് കടക്കണേ എന്ന് പറയുന്നത് പോലെ, കർത്താവേ എപ്പോഴാന്ന് വെച്ചാൽ നീ വരുന്നെങ്കിൽ വന്നോ എന്നൊക്കെ പറയും. നമ്മൾ വഴി വെച്ച് കാണുമ്പോഴൊക്കെ വിളിക്കുമല്ലോ. ഒരു ആത്മാർത്ഥതയില്ലാതെ വിളിക്കുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞതുപോലെ കർത്താവേ, ആമേൻ കർത്താവായ യേശുവേ വേഗം വേഗം വരണേന്ന് നമ്മൾ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം വരാനുള്ള ആഗ്രഹത്തോടൊന്നും അല്ല നമ്മൾ പലപ്പോഴും ഇത്
പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. കനാന്യ അല്ലെങ്കിൽ വാഗ്ദത്ത കനാനെ കുറിച്ചുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഈ ഹാരാനിൽ കിട്ടുന്ന പച്ചപ്പുല്ല്, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ജോലി കിട്ടുന്ന, മക്കളുടെ വിദ്യാഭ്യാസം സഹായിക്കുന്ന, നല്ല സുഖമുള്ള, ധനം സമ്പാദിക്കാൻ, ആളുകളെ സമ്പാദിക്കാൻ പറ്റിയ സ്ഥലം. അതുകൊണ്ട് വിശ്വാസികളും ഇന്ന് ഭയങ്കരമായിട്ട് മെറ്റീരിയലിസ്റ്റുകളായി പോയിരിക്കുകയാണ്, ഭയങ്കര ഭൗതിക മോഹികളായി പോയിരിക്കുകയാണ്. ഒരു പരിധി വരെ ആടിന് തീറ്റി കിട്ടാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും. ആടിന് തീറ്റി കിട്ടാൻ എന്ന് പറഞ്ഞത്, നമ്മുടെ ആടിന്റെ തീറ്റി എന്ന് പറയുന്നത് ചിലപ്പം ജോലി ആയിരിക്കും, വീടായിരിക്കും, എന്തല്ല. ആടിന് പുല്ല് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത്, ഉപവാസം കൊടുക്കുന്നതെല്ലാം. ഇപ്പം നിങ്ങൾ ഒരാളെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തോട് ഒരു ചായ കുടിക്കാൻ പറഞ്ഞാൽ, ഇല്ല അല്ല ചായ കുടിക്കൂലല്ലേ, ഞാനിപ്പോൾ ആഫ്രിക്കയിലെ ഓർമ്മ വെച്ചോണ്ട് അവിടെ വെള്ളം പോലും കുടിക്കത്തില്ല ഉപവാസത്തിന്റെ സമയത്ത്. അപ്പം നമ്മളിപ്പം വല്ലതും കഴിക്കാൻ ഒരാൾ നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് കഴിക്കാൻ എടുത്ത് കൊടുത്തോണ്ട് ചോദിക്കുമ്പോൾ ഉപവാസമാണ്. എന്താ ഉപവാസം, എന്താ വിഷയം? നമ്മുടെ അടുത്ത ചോദ്യമാണ്, എന്താണ് വിഷയം? കാര്യം വിഷയം ഉണ്ടെങ്കിലേ ഇപ്പൊ എന്തോ ഉള്ളൂ, ഉപവാസം ഉള്ളൂ. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ലാതെ ഉപവാസമൊന്നുമില്ല. നമ്മുടെ സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെന്റ് ഒന്നും നമ്മുടെ വിഷയമൊന്നുമല്ല. വിഷയം എന്താണ്? അതെ, ഓഫീസിൽ കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഇങ്ങനെ എല്ലാവരും പറഞ്ഞായിരുന്നു. ഇപ്പം എന്താ, കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് എല്ലാവരും പറഞ്ഞു വിടുകയാണെന്ന്. അങ്ങനെ ആണെങ്കിൽ അടുത്ത ലിസ്റ്റിനകത്ത് എൻ്റെ പേര് വരണ്ട. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു 3 ദിവസം ഉപവാസം. ഒരു പരിധി വരെ ആടിന് പുല്ല് കിട്ടുന്നതിന് തുല്യമായ കാര്യമാണിതെല്ലാം. ഇത്രയും കാര്യമൊന്നും വേണ്ട ഇപ്പൊ ഉപവാസം കൊടുക്കാൻ. കുഞ്ഞുങ്ങളുടെ ക്ലാസ് പരീക്ഷയ്ക്ക് വരെ ഇപ്പൊ എന്താണ് ഉപവാസം? പരീക്ഷ എന്നാ ബോർഡ് എക്സാം ഒന്നും അല്ല, ക്ലാസ് പരീക്ഷയ്ക്ക് വരെ എന്താണ് ഉപവാസം? എന്താ, കുഞ്ഞിന്റെ പരീക്ഷയാണ്. അതിന് പരീക്ഷയുടെ സമയമൊന്നും അല്ലല്ലോ. അല്ല, ക്ലാസ് പരീക്ഷയാ, ഉപവാസമാണ്. അമ്മ പട്ടണി ഇരുന്നോണം. ചെറുക്കൻ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എന്തോ ചെയ്തോണം, അമ്മ പട്ടണി ഇരുന്ന് പ്രാർത്ഥിച്ചോണം. ഒരുമാതിരി സത്യാഗ്രഹം പോലെ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കിട്ടാനുള്ള ഒരു സത്യാഗ്രഹമല്ല ഉപവാസം, നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ എഴുതി വെക്കാൻ ഞാൻ ഈയിടെ ഒരു പുസ്തകം എവിടെയോ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞു. ചുമ്മാ ഉപവാസത്തെ കുറിച്ചൊരു പുസ്തകം നോക്കിയപ്പോഴത്തേക്ക് ഒരു മലയാളി എഴുതിയിരിക്കുന്നത്, എനിക്ക് ആരാ എഴുതിയെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ആ ഒരു പോർഷൻ, ചെറിയൊരു പോർഷൻ മാത്രമേ വായിച്ചുള്ളൂ. നമ്മളൊക്കെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആളുകൾ കാര്യം സാധിക്കുന്നത് വരെയും സത്യാഗ്രഹം ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ദൈവസന്നിധിയിൽ കാര്യം സാധിക്കും വരെയും. എനിക്കൊന്ന് എന്തോ പറയണ്ടേ അതിനൊക്കെ? എന്തൊരു മണ്ടത്തരമാണ് നമ്മൾ എഴുതി വെക്കുന്നത്, അല്ലേ? എഴുതി വെക്കുന്നത് എന്തൊരു മണ്ടത്തരമാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആളുകൾ വരുന്നത്, ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഉപവാസം എടുക്കുന്നതും എല്ലാം ഇന്ന് ഇതുപോലെ ആടിന് പുല്ല് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രമാണ്. കനാൻ നാടിനെ കുറിച്ചുള്ള ദർശനമോ കാര്യങ്ങളോ ഇല്ലാത്ത ഹാരാന്യ ക്രിസ്ത്യാനികളായിട്ട് ഈ ഭൂമിയിൽ നമുക്ക് നേടേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപവാസവും പ്രാർത്ഥനയും എല്ലാം. നമ്മുടെ പ്രാർത്ഥനയൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ പ്രാർത്ഥന ടൈപ്പ് ചെയ്ത് വെക്കണം നമ്മൾ അറിയാതെ, എന്നിട്ടൊന്ന് തിരിച്ചൊന്നുകൂടെ കേട്ട് നോക്കണം. അപ്പൊ അറിയാം എന്ത് വിഷയത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ ശരിക്കും നിത്യതയുടെ ദർശനമില്ലാത്ത, കനാൻ നാടിനെ കുറിച്ച് ബോധ്യമില്ലാത്ത വെറും ഹാരാന്യ ക്രിസ്ത്യാനികളാണെന്ന് മനസ്സിലാകുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഇന്ന് പ്രസംഗങ്ങളും ഇന്ന് ബൈബിൾ ക്ലാസ്സുകളും ഇന്ന് സഭകളും എല്ലാം യേശുക്രിസ്തുവിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? ഈ ആയുസ്സിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ടെന്നാ ഇന്ന് അബ്രഹാമുകളല്ല സഭയിൽ തേരഹമാരാണ്. നമ്മുടെ സഭയിൽ കൂടുതൽ അബ്രഹാംമാരല്ല, പ്രതിതാരാണ്? തേരഹ്. ദൈവദർശനം ഉണ്ടായിട്ടില്ലാത്തവരായ ആളുകൾ, ഹാരാന്യ ക്രിസ്ത്യാനികൾ.